സിവിൽ സർവീസ് പരീക്ഷാഫലം വന്നു. തിരുവനന്തപുരം വാൻഡ്രോസ് ജംഗ്ഷനിലുള്ള ഐലേൺ IAS അക്കാഡമിക്ക് മികച്ച വിജയമാണ് പറയാനുള്ളത്. എഴുതിയ 41 കുട്ടികളാണ് ഈ റാങ്ക് ലിസ്റ്റിൽ കയറിപ്പറ്റിയത്. അതിൽ ആദ്യ അറ്റംപ്റ്റിൽ തന്നെ മികച്ച വിജയം നേടാൻ കഴിഞ്ഞവരും ഈ കൂട്ടത്തിലുണ്ട്. നമുക്കിപ്പോൾ അവരുടെ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചറിയാം. എന്താ പേര്, എത്ര റാങ്ക്? എൻ്റെ പേര് കിരൺ. എൻ്റെ റാങ്ക് 835 എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ സന്തോഷമുണ്ട്. പിന്നെ ഈ റാങ്കിൽ എത്തിപ്പെടാൻ സഹായിച്ച ഐലേണിനോടാണ് എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത്. പ്രത്യേകിച്ച് ഫാക്കൽറ്റി എല്ലാവരും, ആ ഒരു ടീം ഉൾപ്പെടെ, മെൻറ്റർ മെൻറ്റി, ആ റിലേഷൻ തന്നെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എനിക്ക് അവരോട് നന്ദി പറയാനുള്ളത്, ഏറ്റവും നന്ദി കടപ്പാടുള്ളത് അവരോട്. എന്താ പേര്? എൻ്റെ പേര് അക്ഷയ്. എൻ്റെ റാങ്ക് 641. ആദ്യ അറ്റംപ്റ്റ് ആണല്ലേ? എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഫൈനൽ ലിസ്റ്റിൽ വരാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചത് ഐലേണാണ്. ഐലേണിലെ ഫാക്കൽറ്റി അല്ലെങ്കിൽ എക്കോ സിസ്റ്റം എല്ലാ പ്രിലിം സ്റ്റേജിലാണെങ്കിലും മെയിൻ സ്റ്റേജിലാണെങ്കിലും ഇൻ്റർവ്യൂവിലാണെങ്കിലും ത്രൂ ഔട്ട് സപ്പോർട്ട് തന്നു. അപ്പോൾ അതിന് ഞാൻ ഇവരോട് ഒരുപാട് നന്ദിയുണ്ട്, പ്രോത്സാഹനം തന്നതിന്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? പേര്? എൻ്റെ പേര് രാഹുൽ. റാങ്ക് 404. എൻ്റെ വീട് കാസർഗോഡാണ്. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു സ്റ്റേജിൽ എത്തിച്ചേരാൻ പറ്റിയതിൽ. എൻ്റെ 6ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടാണ് ഈ ഒരു നിലയ്ക്ക് എത്തിയത്. കഴിഞ്ഞ വർഷം റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ റാങ്ക് ഇമ്പ്രൂവ് ആയി. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സഹായിച്ച ഈ ഒരു ജേണിയിൽ എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവരും ഞാനിപ്പോൾ ഓർക്കുന്നു. ഐലാൻഡിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ 2018 ഡിഗ്രി പാസ് ഔട്ട് ആയത്. അത് കഴിഞ്ഞ് നേരെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുമായിരുന്നു PCM കോഴ്സിന്. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇവിടെ മെൻറ്ററായിട്ടും അല്ലാതെയും പല രീതിയിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫാമിലിയുടെ ഭാഗമാണ് കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓരോ അറ്റംപ്റ്റിലും ഒരു ചെറുതാണെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ സഹായിച്ചത് ഈ ഒരു എക്കോസിസ്റ്റവും ഐലൻഡ് തന്ന ഒരു പ്രോത്സാഹനമായിരുന്നു. അതിലൊരുപാട് സന്തോഷമുണ്ട്. പേര്, റാങ്ക്? എൻ്റെ പേര് ഗ്രീഷ്മ. റാങ്ക് 559. ഞാൻ പാലക്കാട് സ്വദേശിയാണ്. ഇത്തവണ ക്ലിയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഈ ജേർണിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഐലേൺ IAS തന്നെയാണ്. ഞാനിവിടെ PCM സ്റ്റുഡൻ്റാണ്. ആൻഡ് ഓൾസോ ലാസ്റ്റ് 2 വർഷമായിട്ട് ഇവിടെ മെൻറ്ററായിട്ടും വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ത്രൂ ഔട്ട് ഐലേൺ തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. അതിൻ്റെ നന്ദി ഐലേണിനോട് അറിയിക്കുന്നു. എങ്ങനെയായിരുന്നു പ്രിപ്പറേഷനൊക്കെ? എങ്ങനെയായിരുന്നു? PCM ഇവിടെ എടുത്തു. പിന്നെ ബേസിക്കലി സെൽഫ് സ്റ്റഡി ആയിരുന്നു. പിന്നെ ടെസ്റ്റ് സീരീസ് എടുക്കുമായിരുന്നു, മെയിൻസിൻ്റെ ആണെങ്കിലും പ്രിലിംസിൻ്റെ ആണെങ്കിലും. ഇവിടെ പേര് ആദിൽ ഷുക്കൂർ. റാങ്ക് 822. ഞാനും ആദ്യമായിട്ട് ഫുൾ ഐലണുമായിട്ട് തന്നെയാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ PCM ബാച്ച് എടുത്ത് ഇവിടെ ആണെങ്കിലും പിന്നെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ആണെങ്കിലും മെയിൻ ടെസ്റ്റ് സീരീസ് എല്ലാം ഐലണിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഐലണിൽ ഞാൻ വർക്ക് ചെയ്യണം. ഐലണിൽ ഒരു ഫാക്കൽറ്റി കൂടിയാണ്. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഐലണിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പ്രിപ്പറേഷനും പഠിപ്പിക്കലും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ റിസൾട്ട് കിട്ടിയതിൽ ഭയങ്കരധികം ഒരു ആശ്വാസം, സന്തോഷത്തിനേക്കാളുപരി വലിയൊരു ആശ്വാസം. ഐലാൻഡ് ഡയറക്ടർ മുഹമ്മദ് ഷിനാസ് കൂടി ചേരുന്നുണ്ട്. തിളക്കമാർന്ന വിജയമാണ് ഐലാൻഡിന് കിട്ടിയത്. എങ്ങനെ കാണുന്നു ഈ വിജയത്തെ? എപ്പോഴും റിസൾട്ട് വരുന്ന ദിവസം എന്ന് പറയുന്നത് ഐലാൻഡിനെ സംബന്ധിച്ചുള്ള ഭയങ്കര സന്തോഷം നിറഞ്ഞായിരിക്കണം. എല്ലാ തവണയും റിസൾട്ടിൽ നമ്മുടെ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്ത ഒത്തിരിയധികം കുട്ടികളുണ്ട്. ഐലാൻഡ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ഒരു ഫാമിലി ആയിട്ട് നമ്മുടെ ഒരു പാർട്ടായിട്ടാണ് ഈ കുട്ടികളെല്ലാം നമ്മുടെ ഒപ്പം പഠിക്കുന്നത്. അപ്പം അവരുടെ ആ ജേർണിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കണ്ടിന്യൂസ് സപ്പോർട്ടാണ് അവർക്ക് ഈ നിലയിലേക്ക് എത്താൻ സാധിക്കുന്നത്. അവരുടെ ഈ വിജയത്തിൽ ഒരു ചെറിയ പങ്ക് വഹിക്കാൻ പറ്റിയത് ഐലാൻഡ് എപ്പോഴും കൃതജ്ഞനായിരിക്കും. എങ്ങനെയാണ് ഇവിടെയൊക്കെ പ്രിപ്പറേഷന് നേതൃത്വം കൊടുക്കുന്ന? ആ ഒരു പ്രിപ്പറേഷനൊക്കെ എങ്ങനെയാണ്? ആക്ച്വലി നമുക്ക് 800+ hours ഓഫ് ക്ലാസ്സസ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഏറ്റവും ആദ്യം തന്നെ സിവിൽ സർവീസിന് ഒരു പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഐലേണാണ്. അപ്പം ഈ കുട്ടികളെ ഈ പ്രോസസ്സിൽ കൂടി ഓൾറെഡി പോയിട്ടുള്ള ഒരാൾ ഹാൻഡ് ഹോൾഡ് ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഐലാൻഡ് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് സിസ്റ്റം തന്നെയാണ്. പിന്നെ നമ്മുടെ ഫാക്കൽറ്റീസ് ആണ്, നമ്മുടെ മെൻറ്റേഴ്സൊക്കെ ആണെങ്കിലും ഓൾറെഡി ഈ പ്രോസസ്സിൽ കൂടെ പോയി ഇൻ്റർവ്യൂ വരെ പോയിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ ഉൾപ്പെടെ എല്ലാ ഡയറക്ടേഴ്സും ഈ പ്രോസസ്സിൽ കൂടെ പോയിട്ടുള്ളവരാണ്. ഇപ്പം ഞങ്ങളൊക്കെ തന്നെ ഈ പരീക്ഷ എഴുതി തോറ്റവരാണ്. പക്ഷേ പരീക്ഷ എഴുതി തോറ്റവരായിട്ടുള്ള ഞങ്ങൾക്ക് അറിയാം എന്ത് ചെയ്യരുത്, എന്ത് ചെയ്താലാണ് വിജയിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അവരെ ആ നേർവഴിക്ക് നയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. പക്ഷേ ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടികൾ ഇടുന്ന ഈ ഒരു എഫേർട്ടിന് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് എക്കോസിസ്റ്റം കൊടുക്കുമ്പോഴത്തേക്കുമാണ് ഈ റിസൾട്ടായിട്ട് മാറുന്നത്. ഇറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി ദെയർ വിക്ടറി. അതിനൊരു പാർട്ടാകാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്.
ഒരു ടെൻസ് അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഒരുക്കുന്നത്, കൂൾ അറ്റ്മോസ്ഫിയർ ആണ്. നമ്മൾ ഭയങ്കര കൂൾ അറ്റ്മോസ്ഫിയർ ആണെന്ന്. അതായത് ആക്ച്വലി ഇവിടെ വരുമ്പോഴത്തേക്കും ക്ലാസ്സസ് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ ആയിരിക്കും. പക്ഷേ അതർ ദാൻ ദ ക്ലാസ്സസ് നമ്മുടെ ഫാക്കൽറ്റീസ് ഉള്ളപ്പോൾ എല്ലാവരും എപ്പോഴും ആക്സസിബിൾ ആയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇത് ഭയങ്കര ടെൻഷൻ അടിച്ച് പഠിക്കേണ്ട ഒരു സംഭവം അല്ല ഈ സംഭവം. നമ്മുടെ ഒരു മെന്റൽ സ്പേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് പഠിക്കാൻ സാധിക്കുമ്പോഴത്തേക്കായിരിക്കും അവർക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത്. ഈ പരീക്ഷയുടെ പല സ്റ്റേജുകളായിട്ട് കുട്ടികൾ ജയിക്കുകയും തോൽക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇത് ഈ കിട്ടുന്ന കുട്ടികൾ മാത്രമല്ല, ഇതിൽ ഏതെങ്കിലുമൊക്കെ സ്റ്റേജിൽ വെച്ച് നമുക്ക് ഫെയിൽ ആവുന്ന കുട്ടികളെയും നമ്മൾ കണ്ടിന്യൂ സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഒരു കംപ്ലീറ്റ് ടെൻസ്ഡ് ആ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഒരിക്കലും ഒരു UPSC ക്ലിയർ ചെയ്യാൻ സാധിക്കത്തില്ല. എപ്പോഴും നമ്മുടെ മൈൻഡ് സ്പേസ് ഭയങ്കര ക്ലിയർ ആയിട്ടിരിക്കണം. അത് ഐലേൺ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. താങ്ക് യു. ഐലേൺ IAS അക്കാഡമിക്ക് മുന്നിൽ നിന്നും ക്യാമറ പേഴ്സൺ S. സനോഷിനോടൊപ്പം RB സനു, മീഡിയ 1.